എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ആഹ്, കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു എക്സാമിൻ്റെ പേപ്പറാണ്. അതിലെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് തിയേറ്റർ അസിസ്റ്റൻ്റ്, മ്യൂസിയം അസിസ്റ്റൻ്റ്, അറ്റൻഡൻറ്റ്, ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ തെറ്റായത് ഏതാണ്? പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. ആൻസർ സി, ഇരവിപേരൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ. ആൻസർ സി, കെ കേളപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ആൻസർ ഡി, ഫസൽ അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങള്, നേതാക്കള്. ബംഗാളി, വന്ദേമാതരം, അമൃത് ബസാർ പത്രിക, വോയിസ് ഓഫ് ഇന്ത്യ. ഇതിൽ ആരൊക്കെയാണ് നേതാക്കള് എന്നുള്ളതാണ് നമ്മൾ ചേരുംപടി ചേർക്കേണ്ടത്. അപ്പൊ എന്താ വരിക? ബംഗാളി എന്നുള്ള പത്രം ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. പിന്നെ എന്താണ്? വന്ദേമാതരം എന്നുള്ളത് ആരാണ്? ലാല ലജ്പത് റായ്. നെക്സ്റ്റ് എന്താണ്? അമൃത് ബസാർ പത്രിക, അതാരാണ്? ശിശിർ കുമാർ ഘോഷ്. പിന്നെന്താണ്? വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ബി ആണ്, കേരള രത്നം. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ അതൊക്കെ ഉണ്ട്. കേരള രത്നമാണ് അതിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം. ആൻസർ എ, മണിപ്പൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഇതിലെ ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ട് പ്രസ്താവനകളും ശരിയാണ്. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ആൻസർ ഡി, ഓവർലേ വിശകലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രചന ദോബ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ബി, രവി ചിനാബ് നദികൾക്കിടയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തബി അല്ലെങ്കിൽ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. ആൻസർ ഡി, സൂററ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊങ്കൺ റെയിൽവേ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം. ആൻസർ എ, കർബൂഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? ആൻസർ ബി, പി സി മഹലനോബിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ആൻസർ എ, ചില്ലറ വില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ആൻസർ ബി, നിക്ഷേപം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി. ആൻസർ ബി, കാർവേ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WTO സ്ഥാപിതമായ വർഷം. ആൻസർ എ, 1995. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ആൻസർ ബി, കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ആൻസർ ബി, 111. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? തുങ്കൻ കമ്മിറ്റി, കാക്ക കലേക്കർ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഇതിലേതൊക്കെയാണ്? 1, 3, 4 ആണ്. എ എന്നുള്ളതാണ് ശരി. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ആൻസർ സി, അവശിഷ്ട അധികാരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആര്? ആൻസർ ഡി, പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? ആരൊക്കെയാണ്? വക്കം പുരുഷോത്തമനും പി ശ്രീരാമകൃഷ്ണനും. അപ്പൊ 1, 3 ആണ് ശരി. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ആൻസർ ബി, പാർട്ട് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. കേരളത്തിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത്. 1 തെറ്റും 2, 3 ശരിയുമാണ്. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഉചിതമായത് തെരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. 1 ശരിയും 2 തെറ്റുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഗവൺമെന്റിതര സ്ഥാപനങ്ങളിലെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ശരിയായ പ്രസ്താവന ആൻസർ സി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നുള്ളതും ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതുമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളുമായി നിയമിക്കപ്പെടുന്നു. ആൻസർ എ ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. ആൻസർ ബി ആണ്. എന്താണ്? 1, 3 ആണ് ശരിയായിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകൾ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ആൻസർ ഡി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. ആൻസർ എ ആണ്. എല്ലാം ശരിയാണ്. അക്ഷയ കേന്ദ്രവുമായി. വിവര അവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ. ആൻസർ എ ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. ആൻസർ സി ആണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ആൻസർ ബി, സെറിബെല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡിനാണ് വൈഡൽ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? ആൻസർ എ, കാർബോഹൈഡ്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ആൻസർ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം? ആൻസർ ബി, ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി? ജീവകം എ, സിറോഫ്താൽമിയ. ജീവകം ഡി, റിക്കറ്റ്സ്. ജീവകം B1 പെലാഗ്ര. ജീവകം സി, സ്കർവി. ഇതിൽ സി ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ എ, വൈറസ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി? ആൻസർ ഡി, ആർദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? ആൻസർ സി ആണ്, 5 കിലോമീറ്റർ. അതായത് എന്താണ് ചെയ്യുന്നത്? ലംബമായി തിരിഞ്ഞ് ഒരാൾ പുറപ്പെട്ട് 4 കിലോമീറ്റർ, അപ്പോൾ മട്ടത്രികോണം വരും. മട്ടത്രികോണത്തിന്റെ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്രയാണ് വരിക? 16, 9, 25. അതിന്റെ റൂട്ട് അതാണ് 5.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിൽ ആയിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ സി ആണ്, 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവറിന്റെ യൂണിറ്റ് അല്ലാത്തതേത്? അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ കിലോ വാട്ട് അവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാസ NASA GOES യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം? ആൻസർ എ, പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേക്ഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ബ്രഹ്മപുരം, കോഴിക്കോട്, കായംകുളം. ഇതിൽ ഏതൊക്കെയാണ് ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ? ആൻസർ ഡി ആണ്, 1ഉം 2ഉം, ബ്രഹ്മപുരവും കോഴിക്കോടും. ഡി എന്നുള്ള ഓപ്ഷൻ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതു മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ആൻസർ ബി, ആന്റിമണി. റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ എ, നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? ആൻസർ സി, ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? ലോക ശാസ്ത്ര ദിനം. ആൻസർ ഡി, നവംബർ 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ എ, ജോസഫ് മുണ്ടശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഈ വരികൾ ആര് എഴുതിയതാണ്? ആൻസർ ഡി, ഇടശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ ബി, സുനിൽ ഛേത്രി. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏത്? ഇന്ദുലേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ബി, SK വസന്തൻ. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ എ, MT വാസുദേവൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡി, ചെണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ മെമ്മറി റാം ആണ്. എ ആണ് ആൻസർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ആൻസർ സി, സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര്? ആൻസർ എ, മെറ്റ. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ആൻസർ ഡി, റൂട്ടർ. നെക്സ്റ്റ്, ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ബി, റാൻസംവെയർ. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഒന്നാണ്, മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡന കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ളത് ശരിയല്ല. എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ആൻസർ എ, 1993. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്ത്? സി, മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര? ആൻസർ എ, 10 ലക്ഷം രൂപ വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി? ആൻസർ സി, 48 മണിക്കൂർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ? രേഖ ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം? ആൻസർ ഡി, ഗാർഹിക പീഡന നിയമം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.